പെൺകുട്ടി എങ്ങനെയാണ് ഇവിടെ ജീവിച്ചതെന്ന് അറിയാലോ. അവരെ ഇപ്പം നമ്മെ ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കുട്ടീന്റെ ജീവന് പോലെ അപകട. അത്ര വരാൻ സമ്മതിക്കാത്ത അവസ്ഥയുണ്ടെന്നുള്ള. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോ ഞങ്ങളെ കാറൊക്കെ തടഞ്ഞ് ഭയങ്കര ചീത്ത വിളി, വേശാലയം നടത്താൻ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ അവർ അറിയിച്ചിരിക്കല്ല, പള്ളിയിലേക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്, വിവാഹബന്ധം ഒഴിഞ്ഞു എന്ന് അറിയിച്ചു. അപ്പൊ അതൊക്കെ എത്രമാത്രം ക്രൂരതയാണ്? അതും ക്രൂരത. അതാ ഞാൻ പറയുന്നത്, മുത്തലാഖിന്റെ നിർത്തിയിട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നും നിർത്തിയിട്ടില്ല. മുത്തലാഖ് നിർത്തിയതിന്റെ ഈ തലാഖ് അവിടെ നിലനിൽക്കുന്നുണ്ട്. കോടതി മുഖേന ആവട്ടെ. എന്തിനാണ് ഇങ്ങനെ ഒരു കടലാസിൽ എഴുതിയിട്ട് ഇങ്ങനെ അയക്കുന്നത്? എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കടലാസിൽ എന്തെങ്കിലും എഴുതി അയക്കാം, എന്നിട്ട് പോകാം. പുറത്ത് കഴിയുന്നു, പോലീസ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ട് നടപടി എടുക്കുന്നു. പോലീസ് നേരത്തെ നമ്മളെ വിളിച്ചപ്പോഴൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നേ. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധ ഉണ്ട്, അല്ലാതെ അവര് പറയുന്നത് നമുക്ക് റെസിഡൻഷ്യൽ ഓർഡർ ഇല്ലാതെ എങ്ങനെ ഞങ്ങൾ ഇവിടെ കയറ്റും എന്നുള്ളതാണ് അവരെ ഒരു വാദം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അയാള് ഇവളെ സ്വീകരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ആ 42 പവൻ കൊടുക്കുക. ഇതാണ് ഇവരുടെ ആവശ്യം. അത് നടക്കുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഒരു തീരുമാനമാവണ്ടേ? എത്ര ദിവസം ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. എന്ത് കഷ്ടം! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പെൺകുട്ടി അവരുടെ ജീവിതം, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തെല്ലാം സങ്കല്പങ്ങളോട് കൂടിയാണ്. ഇവിടെ ബഹുഭാര്യത്തുള്ളത് കൊണ്ട് തന്നെ അയാൾ പോയിട്ട് പോയി കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. ഈ പെണ്ണാണ് ഈ ദുരിതാനുഭവിക്കുക. അതിന്റെ കരച്ചിൽ നിങ്ങൾ കണ്ടില്ലേ? അതിന്റെ സങ്കടം കണ്ടില്ലേ? ഇതൊക്കെ ഈ മല്ലാക്കന്മാരെ തങ്ങന്മാരെല്ലാം കാണുന്നുണ്ടോ? ഞാൻ അന്ന് മഹല്ല് കമ്മിറ്റിയിൽ വിളിച്ചിരുന്നു, എന്നോട് കത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കത്ത് ഇവര് കൊടുത്തിട്ടുണ്ടല്ലോ, കത്ത് അയച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് അവർ ഇടപെടുന്നില്ല? ഇതിനൊക്കെ മറുപടി പറഞ്ഞത് മഹല്ല് കമ്മിറ്റികളാണ്. മഹല്ല് കമ്മിറ്റികൾ, 2 മഹല്ല് കമ്മിറ്റികൾ, ഒന്ന് ഇവരെ നിക്കാഹ് ചെയ്ത കമ്മിറ്റിയും മഹല്ല് കമ്മിറ്റിയും, അപ്പുറത്തുള്ള മഹല്ല് കമ്മിറ്റിയും. കഴിഞ്ഞ 8 ദിവസമായി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹസീനയും മകനും താമസിക്കുന്നത് വീട്ടുവരാന്തയിലാണ്. ഇവർക്ക് നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്.